സാധാരണ എല്ലാവർക്കുള്ള ഒരു ഡൗട്ടാണ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ വാതരോഗം ഉണ്ടെങ്കിൽ എക്സസൈസ് ചെയ്യാൻ പറ്റുമോ എന്നത്. എക്സസൈസ് ചെയ്യാൻ പറ്റും. എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട്. നമ്മുടെ ഹൃദ്രോഗ സാധ്യത അത് കുറയ്ക്കുന്നത് ഒരു വലിയ ഗുണമാണ്. അതുകൂടാതെ മസിൽസിൻ്റെ സ്ട്രെങ്ത്, ഓരോ ജോയിൻറ്റിനെയും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന മസിൽസിൻ്റെ സ്ട്രെങ്ത് കൂട്ടുന്നത് വഴി ആ ജോയിൻ്റെ സ്റ്റെബിലിറ്റി കൂട്ടും, അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി കൂട്ടാം, അതിൻ്റെ റേഞ്ച് ഓഫ് മൂവ്മെൻറ്റ് കൂട്ടാം. അതുകൂടാതെ അതിനുള്ള പെയിൻ കുറയ്ക്കാം. പിന്നെ സന്ധിവാതം അല്ലെങ്കിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉള്ളവർക്ക് എപ്പോഴുള്ള പ്രശ്നമാണ് മുട്ടുവേദന അല്ലെങ്കിൽ കാലുവേദന എന്നത്. ഇത് കുറയ്ക്കാനുള്ള ഏറ്റവും എളുപ്പ വഴിയും എക്സസൈസ് തന്നെയാണ്. ആ നീ ജോയിനെ സപ്പോർട്ട് ചെയ്യുന്ന ക്വാഡ്രിസെപ്സ് മസിൽസിന്റെ സ്ട്രെങ്ത് കൂട്ടുന്നത് വഴി. അതുകൂടാതെ തന്നെ നമുക്ക് നല്ലൊരു വെയിറ്റ് ലോസ് ഉണ്ടാവുകയാണ്. നിങ്ങൾ റെഗുലറായി എക്സസൈസ് ചെയ്ത് ഒരു വെയിറ്റ് ലോസ് ഉണ്ടാവുകയാണെങ്കിൽ അതുകൊണ്ടും വേദന കുറയ്ക്കാം. ഇനി ഏതൊക്കെ എക്സസൈസുകളാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഒരുപാട് നാളായി എക്സസൈസ് ചെയ്യാത്ത ഒരാളാണ്, അല്ലെങ്കിൽ ആദ്യമായി എക്സസൈസ് ചെയ്യാൻ തുടങ്ങുന്ന ഒരാളാണെങ്കിൽ ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് സ്ട്രെച്ചിങ് എക്സസൈസുകളാണ്. അതായത് എല്ലാ ജോയിൻസിൻ്റെയും സ്ട്രെച്ചിങ് എക്സസൈസിൽ വെച്ച് തുടങ്ങാം. ഇനി ഏതൊക്കെ എക്സസൈസുകളാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇതുവരെ എക്സസൈസ് ചെയ്യാത്ത ഒരാളാണ്, അല്ലെങ്കിൽ കുറേ നാളായി നിങ്ങൾ വേദനയും ഇതൊക്കെയായി എക്സസൈസ് തുടങ്ങിയിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ ഏറ്റവും ആദ്യം തുടങ്ങേണ്ടത് സ്ട്രെച്ചിങ് എക്സസൈസുകളാണ്. എല്ലാ ജോയിൻസിൻ്റെയും സ്ട്രെച്ചിങ്ങിൽ വെച്ച് തുടങ്ങാം. അതൊരു വാമപ്പായി തുടങ്ങി പിന്നെ നിങ്ങൾക്ക് ഒരു ചെറിയ എയറോബിക് ഫിറ്റ്നസ് എക്സസൈസ്, അതായത് ബ്രിസ്ക് വാക്കിംഗ് ഒരു നല്ല എക്സസൈസാണ്. അതല്ലെങ്കിൽ എക്സസൈസ് സൈക്കിൾ, നമ്മുടെ സ്റ്റേഷനറി ബൈക്ക് ഉണ്ടാവും, അതിൽ വെച്ച് എക്സസൈസ് ചെറിയ രീതിയിൽ തുടങ്ങിയാൽ മതി. സ്ലോ പേസിൽ തുടങ്ങി മെല്ലെ മെല്ലെ അത് കൂട്ടിക്കൊണ്ടുവന്നാൽ മതി. മൂന്നാമത്തെ ടൈപ്പ് എക്സസൈസാണ് സ്ട്രെങ്തനിങ് എക്സസൈസ്. നമ്മുടെ ഓരോ ജോയിൻസിനും ഓരോ മസിൽ ഗ്രൂപ്പ് സപ്പോർട്ട് ചെയ്യാനുണ്ടാവും. ഈ മസിൽ ഗ്രൂപ്പ്സിനെ സ്ട്രെങ്തൻ ചെയ്യുന്നത് വഴി ആ ജോയിൻറ്റിൻ്റെ ഫ്ലെക്സിബിലിറ്റിയും ആ ജോയിൻറ്റിൻ്റെ സ്ട്രെങ്ത്തും എല്ലാം തന്നെ കൂട്ടാം. ഇനി വരുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതായത് യോഗ, തായ്ചി എന്നിവ. യോഗ എന്നത് ഒരു സ്ലോ മൂവ്മെൻറ്റ് എക്സസൈസിൻ്റെ കൂടെ ഡീപ്പ് ബ്രീത്തിങ്ങും കൂടി കലർന്നതാണ്. അതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമ്മുടെ റിലാക്സേഷൻ അല്ലെങ്കിൽ ഒരു മൈൻഡ്ഫുൾനെസ്സും കൂടി കൂട്ടുന്ന ഒരു എക്സസൈസാണ്. പല ടൈപ്പ് ഓഫ് പെയിനുകളും, ഫോർ എക്സാമ്പിൾ ഫൈബ്രോമയാൾജിയ, ഇതൊക്കെ വാദത്തിൻ്റെ കൂടെ വരുന്ന ഒരു പെയിനാണ്. ഇതിലൊക്കെ തന്നെ യോഗയും അതുപോലെ ബ്രീത്തിങ് എക്സസൈസും ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. നിങ്ങൾക്ക് ജോയിൻറ്റിൽ പെയിൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സസൈസിനെ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യാം. അതായത് ഒരു 30 മിനിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നൊരു എക്സസൈസ് ഒരു 10 മിനിറ്റിൻ്റെ 3 സെഷൻസ് ആയിട്ട് ചെയ്യാം. അങ്ങനെ ചെയ്യുന്നത് വഴി പെയിൻ ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് അടുത്ത ദിവസം വീണ്ടും എക്സസൈസ് ചെയ്യാനുള്ള ഒരു സ്റ്റിമുലസ് കൂടിയാണ്. അങ്ങനെ തുടർച്ചയായി എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ശരീരത്തിലുള്ള ഒരു മാറ്റം, ഒരു വ്യത്യാസം മനസ്സിലാവും. അത് വീണ്ടും എക്സസൈസ് ചെയ്യാനുള്ളൊരു പ്രചോദനമായി തീരുകയും ചെയ്യും. എക്സസൈസിനെ ഇഷ്ടപ്പെടുന്നത് വഴിയേ എക്സസൈസിനെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കിപ്പോൾ ഒരാൾ ഫോഴ്സ് ചെയ്തിട്ട് ഒരു ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ ഒരു ഇഷ്ടമില്ലാത്ത ഫുഡ് ആരും കഴിക്കാൻ പോകുന്നില്ലല്ലോ. അതുപോലെ തന്നെയാണ് എക്സസൈസും. എക്സസൈസിനെ നമ്മൾ എന്തായാലും ഇഷ്ടപ്പെട്ട് തുടങ്ങണം. പിന്നെ എക്സസൈസ് ചെയ്യുമ്പോൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ലൊരു ഫുട്വെയർ യൂസ് ചെയ്യുക. നല്ലൊരു ഷൂസ്, ഇപ്പോൾ നടക്കാൻ പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഫുട്വെയർ നല്ലതല്ല എങ്കിൽ കാലിന് പലതരത്തിലുള്ള പെയിനുകളും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അത് നല്ലൊരു ഫുട്വെയർ യൂസ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, നന്നായി ഹൈഡ്രേറ്റ് ചെയ്യുക എന്നത്. ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ എക്സസൈസിൻ്റെ ഇടയ്ക്ക് ഒരു ബ്രേക്ക് വെള്ളം കുടിക്കേണ്ടി വരും. അതായത് ഹൈഡ്രേറ്റ് ചെയ്യാതെ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ മസിൽ പെയിനും അങ്ങനെയുള്ള പെയിനുകൾ വീണ്ടും കൂടാൻ സാധ്യതയുണ്ട്. പിന്നെ എക്സസൈസിൻ്റെ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ റിപ്പീറ്റേഷൻ എന്നത് ഓരോ വീക്കിലും മെല്ലെ മെല്ലെ കൂട്ടുക. അതല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിനനുസരിച്ച് കൂട്ടുക. ഇപ്പം ഒരാൾ ചെയ്യുന്ന എല്ലാ എക്സസൈസും നിങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ ചെയ്യാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിനനുസരിച്ച് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുക. അത് ഓരോ വീക്കിലും മെല്ലെ മെല്ലെ കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നതാണ്.